വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ ഒരു മാതൃഭക്തനായിരുന്നു. അത് ഇപ്രകാരമാണ് പറയുന്നത്: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അതിൻ്റെ ലാളിത്യവും ആഴവും അത്ഭുതാവഹം തന്നെയാണ്. ജപമാല ജപിക്കുക എന്നാൽ മറിയത്തോട് ഒത്ത് യേശുവിൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക എന്നതാണ്. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പറയുക, എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ തിരുമുഖം ധ്യാനിക്കാൻ ഞാൻ ഉപയോഗിച്ച ഒരു പ്രാർത്ഥന രീതിയായിരുന്നു ജപമാല പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ധ്യാന പ്രാർത്ഥന, ശരിക്കും ജപമാലയെ പറ്റി പറയുന്നത് ഇതൊരു ധ്യാനമാണ്. ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തെ കൂടുതൽ അനുഭവിക്കാനായിട്ട് നമുക്ക് കൃപ ലഭിക്കും. ക്രൈസ്തവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കുന്ന ഒരു വിളക്കാണ് യഥാർത്ഥത്തിൽ ജപമാല എന്ന പ്രാർത്ഥന. തീർച്ചയായിട്ടും ജപമാല എന്നത് വചനം കോർത്ത ഒരു പ്രാർത്ഥനയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ വചനത്തെ ധ്യാനിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജപമാല ചൊല്ലുമ്പോൾ അനേകം വിശുദ്ധർ ആദരിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ സഭയുടെ അനേകം പ്രബോധനങ്ങളിൽ ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് മുഖ്യസ്ഥാനം ഉണ്ടായിട്ടുമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ലളിതവും അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ലളിതമായ ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ അനേകർക്ക് ആനന്ദം ലഭിക്കാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ വെളിപാടുകൾ സ്വന്തമാക്കാനും ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുസഭ ഒക്ടോബർ മാസം മാതാവിന് പ്രത്യേകം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അത് ജപമാല മാസമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു സ്നേഹം ആഴത്തിൽ സഭയിൽ വളരാൻ തന്നെയാണ്. അതുകൊണ്ട് ബാഹ്യരൂപത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇത് മാതാവിനോടുള്ള പ്രാർത്ഥനയായിട്ട് പലർക്കും തോന്നാം. എന്നാൽ സഭ പഠിപ്പിക്കുകയാണ്, ഇത് ശരിക്കും ഈശോയുടെ ആഴത്തിൽ ക്രിസ്തു അനുഭവങ്ങളിലേക്ക് വളരാൻ നൽകുന്ന 53 മണി ജപമാണ്. വചനം കോർത്ത ഈ മാല നമ്മൾ ജപിക്കുമ്പോൾ ഈശോയുടെ ജനന മരണ ഉത്ഥാനങ്ങളെ ധ്യാനിക്കുകയും തിരുസഭയിൽ ഈശോ സ്ഥാപിച്ച കൂദാശകളെയും ഈശോയുടെ 2ാം വരവിന് വേണ്ടി നമ്മെ ധ്യാനപൂർവ്വം ഒരുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ എക്സോസിസം നടത്തുന്ന വൈദികർ പറയുന്നൊരു കാര്യമുണ്ട്, എന്നും നമ്മൾ ഒരു ജപമാല തന്നെ ഉപയോഗിക്കണം, പല ജപമാലകൾ ഉപയോഗിക്കരുത്. കാരണം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാർ അവരുപയോഗിക്കുന്ന കത്തി പല കാര്യങ്ങൾക്കായിട്ട് ആരും കൊടുക്കില്ല. കാരണം അവർ പറയുന്നത് ആ കത്തിയുടെ മൂർച്ച പോകും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ജപമാല, എന്നും നമ്മൾ ഉപയോഗിക്കുന്ന ജപമാല സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജപമാല എടുക്കുമ്പോൾ ഉറക്കം വരില്ല, പല വിചാരം വരില്ല. കാരണം നമുക്ക് ആ ജപമാല കയ്യെ പിടിക്കുമ്പോൾ, ഇന്നും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ജപമാല കയ്യിലെടുക്കുമ്പോൾ അത് അഗ്നി പോലെയാകും, തീക്കട്ട പോലെയാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആധ്യാത്മികതയിൽ വളർച്ച പ്രാപിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ചിലപ്പോൾ ജപമാലയുടെ ചരട് പൊട്ടാം, ചരട് മാറ്റാൻ നമുക്ക് സാധിക്കുമല്ലോ. ആ ജപമണി മുത്തുകൾ എന്നും ഉപയോഗിക്കുന്ന വചനം റിപ്പീറ്റഡ് ആയിട്ട് ചെല്ലാൻ നമുക്ക് ദൈവം തന്നൊരു കൃപയാണ്. അതുകൊണ്ട് തികച്ചും ലളിതവും വളരെ സാധാരണവുമായ ഈ പ്രാർത്ഥന സുഖദുഃഖ വിഷമങ്ങൾ, അതുപോലെ വിജയങ്ങൾ, പരാജയങ്ങൾ സമ്മിശ്രമായിട്ട് ചേർത്ത് വെച്ച 53 മണി ജപമാല നമുക്കുണ്ടാകണം. കാരണം ഈ ജപമാല ചൊല്ലുമ്പോൾ ഇങ്ങനെയാണ് പറയണേ, റോസാപ്പൂവിൻ്റെ ഒരു തോട്ടം നമ്മുടെ മേത്തേക്ക് റോസാപ്പൂവിടുകയാണ്. നമുക്കറിയാം, ഒരു മാതാവിൻ്റെ അപ്പാരിഷൻസ് പഠിപ്പിക്കുമ്പോൾ അതിൽ ഗാഡലൂപ്പ മാതാവിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മാതാവ് ഒരു കൂട്ടം റോസാപ്പൂക്കൾ ഈ മനുഷ്യൻ ഇട്ടപ്പോൾ ആ ഒരു ചിത്രമായിട്ടത് പതിയാണ്, ഗാഡലൂപ്പ മാതാവിൻ്റെ ചിത്രം. ഇതുപോലെയാണ് ജപമാല ചെല്ലുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ജപമാല ചെല്ലുന്ന കൂട്ടായ്മയിലേക്ക് ഒരു കൂട്ടം റോസാപ്പൂക്കളുടെ ഒരു കൃപ വന്ന് വീഴുന്നുണ്ട്. എന്താണ് ജപമാല? 4 ദിവ്യരഹസ്യങ്ങൾ ചേർത്ത് വെച്ച് 20 രഹസ്യങ്ങളെ വ്യക്തിപരമായി ധ്യാനിക്കുന്നതാണ് ജപമാല. 4 ദിവ്യരഹസ്യങ്ങൾ ഏതൊക്കെയാണ്? 4 ദിവ്യരഹസ്യങ്ങൾ. 1 സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം, 2 ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യം, 3 പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യം, 4 മഹിമയുടെ ദിവ്യരഹസ്യം. ഈ 4 ദിവ്യരഹസ്യങ്ങൾ നമ്മൾ 20 രഹസ്യങ്ങൾ ധ്യാനിക്കുന്നു.
ഓരോ ദിവ്യരഹസ്യങ്ങളിലും 5 രഹസ്യങ്ങളെയാണ് ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ശരിക്കൊരു ധ്യാനമാണ്. നമ്മൾ പലപ്പോഴും ചെയ്തു കൂട്ടുന്നത് എന്തോ അധര വ്യായാമത്തിനും അല്ലെങ്കിൽ വീട്ടിലൊരു പ്രാർത്ഥന ചെല്ലണ്ടേ എന്ന് വിചാരിച്ച് ചെല്ലരുത്. മറിച്ച് ഇതൊരു മെഡിറ്റേഷൻ പോലെ, ഒരു ധ്യാനം പോലെ ചെല്ലണം. ഒരിക്കൽ ഒരു മകൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അച്ഛാ, ജപമാല ചെല്ലുമ്പോൾ നിർത്തി വ്യക്തതയോടെ ചെല്ലണം. അങ്ങനെ ചെല്ലുമ്പോൾ അതിനൊരു റിപ്ലൈ മാതാവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ അത് എങ്ങനെയാ ചെല്ലാം, നിനക്ക് എങ്ങനെ തോന്നിയ? ഞാൻ ഒരിക്കൽ ചെല്ലുമ്പോൾ എൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു ആത്മാവിൻ്റെ പ്രേരണയാണ്. അവൻ പറഞ്ഞു ഇങ്ങനെയാണ്: നന്മ നിറഞ്ഞ മറിയമേ, അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞൊരു പോസ് ഉള്ളിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അപ്പോൾ പറയാൻ മാതാവ് ചോദിക്കും, എന്താ മോനെ, നീയും ദൈവകൃപ നിറഞ്ഞവനല്ലേ? കർത്താവ് നിന്നോടുകൂടെ. അപ്പോൾ മാതാവ് നമ്മളോട് പറയുക, നിങ്ങളും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, ഈശോയുടെ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയും നിങ്ങളുടെ കൂടെയില്ലേ? കർത്താവ് നിന്നോട്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അപ്പോൾ മാതാവ് പറയുക, മകനെ മകളെ, നീയും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവനാ, നിന്റെ ഉദരബലം അനുഗ്രഹമാണ്. മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈശോയെ സ്വീകരിക്കുന്ന നിന്റെ ഉദരവും നിന്റെ ശരീരവും മറ്റൊരു സക്രാരിയാണ്. പ്രിയപ്പെട്ടവരെ, ആ മകൻ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയല്ലേ, നമ്മളിങ്ങനെ അധരവ്യായാമത്തിന് വേണ്ടി പെട്ടെന്ന് നന്മ നിറഞ്ഞ പറയുമ്പോൾ ഇങ്ങനെ സ്പീഡിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു ആഴവും അർത്ഥവും നമുക്ക് കിട്ടുന്നില്ല. ഓപ്പോസിറ്റ്, ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇത് കേൾക്കാൻ ഒരു വ്യക്തിയുണ്ടെന്നൊരു ബോധ്യമാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ധ്യാനപൂർവം ചെല്ലണം. ധ്യാനപൂർവം നമ്മൾ ഈ രഹസ്യങ്ങളെ ധ്യാനിക്കണം. പലപ്പോഴും ഒക്ടോബർ മാസത്തിൽ ജപമാലകൾ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ജപമാലയുടെ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് കുറവാണ്. അതിനുശേഷമുള്ള നിയോഗം പറയുന്നതിൽ വളരെ സമയമെടുക്കും. ഒത്തിരി സമയം നിയോഗം പറയാനുണ്ട്. എന്നാൽ ധ്യാനിക്കാത്ത രഹസ്യത്തിന് എന്ത് നിയോഗമാണ് നമ്മൾ വയ്ക്കുക? ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ധ്യാനമാണ് വേണ്ടത്. നിയോഗങ്ങൾ അറിയുന്ന ദൈവം തീർച്ചയായിട്ടും നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് ജപമാലയിൽ പ്രധാനമായിട്ടും രക്ഷാകര സംഭവങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മിശിഹായുടെ ബാല്യകാല സന്തോഷങ്ങളും പരസ്യ ജീവിതത്തിലെ അത്ഭുതങ്ങളും അവിടുത്തെ രക്ഷാകരമായ പീഡാസഹനവും ഉത്ഥാനത്തിൻ്റെ മഹിമയും നാം അവിടത്തോടൊപ്പം ധ്യാനിക്കാനായിട്ട് സമയം ചെലവഴിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ജപമാല. തിരുസഭ പൂർണ്ണദണ്ഡവിമോചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്: സമ്പൂർണ്ണ ജപമാല ചെല്ലാണെങ്കിൽ നമുക്ക് ദണ്ഡവിമോചനമുണ്ട്. എന്താണ് സമ്പൂർണ്ണ ജപമാല? ഈ 4 ദിവ്യരഹസ്യങ്ങളെ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അത് ധ്യാനപൂർവ്വം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ദണ്ഡവിമോചനം കിട്ടുമെന്ന് ദണ്ഡവിമോചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണേ, 4 ദിവ്യരഹസ്യങ്ങളൊക്കെയും ഒരു ദിവസം ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ കൃപ നിറഞ്ഞ. ഒരു കൊന്ത ചെല്ലുമ്പോഴേക്കും അത് വലുതായിട്ട് പറയരുത്. ഒത്തിരി ജപമാല ചെല്ലുന്ന മരിയ ഭക്തരെ നമുക്കെല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ആ ഒരു കൃപയിലേക്ക് വളരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. എന്താണ് ജപമാലയുടെ ഓർഡർ? 1, കത്തോലിക്ക സഭയുടെ 12 വിശ്വാസ സത്യങ്ങൾ നമ്മൾ ഏറ്റുപറയും. എങ്ങനെ? ജപമാലയിലെ കുരിശിനോട് ചേർത്ത് പിടിച്ച്. ശരിക്കും പറയുന്നത്, ജപമാല ചെല്ലുമ്പോൾ നമ്മൾ ഈ കുരിശിനോട് ചേർത്ത് വെച്ച് കുരിശിലേക്ക് നോക്കി ചെല്ലണം ഈ 12 വിശ്വാസത്യങ്ങൾ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് കർത്തൃ പ്രാർത്ഥനയാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, അത് വ്യക്തതയോടെ ചെല്ലണം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ വ്യക്തതയോടും വിശുദ്ധിയോടും ചെല്ലണം. അതിനുശേഷം നമ്മൾ ജപമാലയിൽ 3 ദൈവിക പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കും. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ, പ്രത്യാശയുടെ കൃപകൾ നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ഈശോ പരിശുദ്ധ അമ്മയെ കുറിച്ച് മഹത്വപ്പെടുത്തുന്നതും മാലാഖ പറഞ്ഞതും എലിസബത്ത് പറഞ്ഞതുമായ നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ വചനങ്ങൾ കൂട്ടിച്ചേർത്ത നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലും. പ്രിയപ്പെട്ടവർ, അതിനുശേഷം ത്രിത്വിക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ത്രിത്വസ്തുതി ചൊല്ലും. അതിനുശേഷമാണ് നമ്മൾ ഈ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുന്നത്. ജപമാലയുടെ ഓരോ രഹസ്യങ്ങളും ധ്യാനിച്ചു കഴിയുമ്പോൾ 1917 ജൂലൈ 13 മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം, പ്രത്യേകിച്ച് ഫാത്തിമയിൽ ആ 3 കുട്ടികൾക്ക് സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം കാണിച്ചു കൊടുത്തപ്പോൾ മനോഹരമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലും നല്ലതാണ്. അതിങ്ങനെയാണ്: ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആലയിക്കണമേ. ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തതാണ്. ഈ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നേടിയെടുക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ആൻഡ്രിയാൻ 6 മാർപ്പാപ്പ പറയുന്ന ഒരു വാചകമുണ്ട്: സാത്താനെതിരെയുള്ള ചമ്മട്ടിയടിയാണ് ജപമാല.
സാത്താനെതിരെ നമുക്ക് ചാട്ട കൊണ്ട് അടിക്കാൻ പറ്റുന്ന ഒരു വലിയ ആയുധമാണ് ജപമാല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് പരിശുദ്ധ ജപമാല ചെല്ലുന്ന വ്യക്തികൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ്. വിശുദ്ധ ഡൊമിനിക്കിലൂടെ മാതാവ് പഠിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ എന്താണ്? ജപമാല ഭക്തർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വർഗം നൽകുന്ന വാഗ്ദാനങ്ങൾ. ഒന്നാമത്തെ വാഗ്ദാനം, ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രസാദവരങ്ങളും നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ജപമാല ശരിക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ സംരക്ഷണമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാഹനങ്ങളിൽ യാത്ര തിരിക്കുമ്പോൾ ജപമാല ചെല്ലാൻ പറയുന്നത്. വാഹനങ്ങൾക്ക് വലിയൊരു സംരക്ഷണമുണ്ട്. പലരും വാഹനത്തിൻ്റെ ഉള്ളിൽ ജപമാല ഇടും, എന്നാൽ അതിൻ്റെ ഉള്ളിൽ തോന്നിയ പാട്ടൊക്കെയും വെച്ച് പോകും. അപകടങ്ങളുണ്ടാകും. ജപമാല ഇട്ടതുകൊണ്ട് കാര്യമില്ല. ജപമാല ജപിക്കാതെ വാഹനത്തിൽ കൃപ വരില്ലെന്ന് തിരിച്ചറിയുക. രണ്ടാമത് പറയുന്നത്, ഭക്തിയോടെ ജപമാല ചൊല്ലുന്നവർക്ക് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കും. മാതാവ് സ്വർഗത്തോട് പറഞ്ഞ് പ്രത്യേക കൃപകൾ ഈ മരിയ ഭക്തർക്കുണ്ടാവും. പ്രത്യേകിച്ച് ഡെലിവറൻസിൻ്റെ കൃപ, അതുപോലെ തന്നെ വചന വ്യാഖ്യാന വരങ്ങൾ, അതുപോലെ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള അങ്ങനെയുള്ള പ്രത്യേക കൃപകൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി പരിശുദ്ധാത്മാവ് നൽകുന്നതായിട്ട് ഡൊമിനിക്കിലൂടെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ജപമാല നരകീയ ശക്തികൾക്കെതിരെയുള്ള ഒരു ആയുധവും ദുർവൃത്തികൾക്കെതിരെ, പാപങ്ങളുടെക്കെതിരെയും പാഷണ്ഡതകൾക്കെതിരെ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ്. കാലഘട്ടത്തിൻ്റെ പാഷണ്ഡതകൾ അല്ലെങ്കിൽ തെറ്റായ അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. നമുക്കറിയാം എങ്ങനെയാണ് ജപമാല ഉണ്ടായത്. ആൽപിജീനിയൻ പാഷണ്ഡതയുടെ കാലത്താണ് ജപമാല പ്രാർത്ഥന സഭയിൽ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തുണ്ടാകുന്ന തെറ്റായ പഠനങ്ങൾ, തെറ്റായ അവസ്ഥകൾ, തെറ്റായ രീതികൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ, യുവജനങ്ങളൊക്കെയും തെറ്റായി നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യേണ്ടത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എത്ര ജപമാല എന്നുള്ളതല്ല, ജപം ചെല്ലുമ്പോൾ അതൊരു ധ്യാനമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൃപ വരും. നാലാമത്തത് പറയുന്നത്, സുഹൃതങ്ങളും സൽപ്രവൃത്തികളും തഴച്ചു വളരാൻ ജപമാല സമർപ്പണം നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് അനുഗ്രഹങ്ങളുടെ കൃപയിലേക്ക് നമ്മൾ നയിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, സുഹൃത ജീവിതം നയിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ, സൽപ്രവൃത്തികൾ ജീവിതത്തിൽ തെറ്റുപറ്റാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ജപമാല ചൊല്ലിത്തുടങ്ങി നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര തടസ്സമായിരിക്കും. പിന്നെ ചൊല്ലിത്തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ എളിമ, പുണ്യങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അതുപോലെ അഞ്ചാമതായിട്ട് പറയുന്നൊരു വാഗ്ദാനം ഇതാണ്, ജപമാല ചെല്ലുന്നവരുടെ ഹൃദയങ്ങൾ ലൗകികതയിൽ നിന്ന്, അതുപോലെ മായാലോകത്തിൽ നിന്നും മുക്തി നേടും, നിത്യതയിലേക്ക് അടുക്കുവാൻ കഴിവ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ആത്മാവിന് ഈ ലോകത്തിൻ്റെ മായാലോകത്തിൻ്റെ വലയത്തിൽ നിന്ന് വിട്ടുപോകാൻ ജപമാല വലിയൊരു കൃപയാണ്. അപ്പോൾ എന്തുണ്ടാവും? അങ്ങനെ മായാലോകത്തിന് രക്ഷപ്പെട്ട ഒരു വ്യക്തിക്ക് നിത്യതയെക്കുറിച്ച് ചിന്തയുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജപമാല പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ മാനസാന്തരങ്ങളായിരിക്കും, വലിയ മാറ്റമായിരിക്കും. പ്രിയപ്പെട്ട, ഇതിനൊരു ഉദാഹരണം, ഈ ഫാത്തിമയിലെ ഈ 3 കുട്ടികളെ ഇവരെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇവർ പറയുന്നതൊന്നും അവർ വിശ്വസിക്കാതെ ജയിലറിയിൽ കൊണ്ടിടുന്നു. അപ്പോൾ ആ ജയിലറിയിൽ കൊണ്ടിടുമ്പോൾ മാരക പാപികളായിട്ടുള്ളവരുടെ ഒരു സെല്ലിൽ കൊണ്ടിടാണ്. അങ്ങനെ 3 കുട്ടികൾ ഈ സെല്ലിൽ കിടക്കുമ്പോൾ ഇവർ പേടിക്കുകയാണ്. കാരണം ഈ സ്ത്രീകളെ പീഡിപ്പിച്ചും അതുപോലെ ക്രൂരമായ മരണങ്ങൾ നടത്തിയ അതിക്രൂരമായ വ്യക്തികളായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പിള്ളേർ പേടിക്കുകയാണ്. അപ്പോൾ ലൂസി ജസീന്ത കരഞ്ഞിട്ട് പറയും, ചേച്ചി എനിക്ക് പേടിയാകുന്നു ഇവിടെ നിൽക്കാൻ. ഫ്രാൻസിസ്കോയും കരയാൻ തുടങ്ങി. അപ്പം ലൂസി എന്ത് ചെയ്തെന്നറിയോ? ലൂസിയുടെ കഴുത്തിൽ കിടന്ന ജപമാല കയ്യിലെടുത്തിട്ട് ഇവരോടും പറഞ്ഞു, ജപമാല കയ്യിലെടുക്ക്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി. പ്രിയപ്പെട്ടവരെ, 1, 2, 3 കഴിഞ്ഞപ്പോൾ ആ ജയിലറിൽ കിടന്ന വ്യക്തികൾ, അതിക്രൂരരായ വ്യക്തികൾ കരയാൻ തുടങ്ങി. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈ കുഞ്ഞുങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇത് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഫാത്തിമയിലെ അത്ഭുതങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമായിട്ട് പറയുക, ആ ജയിലറയിലെ ആ വ്യക്തികളുടെ മാനസാന്തരത്തിന് കാരണം ആ മക്കൾ അവിടെ ഇരുന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ മാനസാന്തരത്തിൻ്റെ കൃപ കൊടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജപമാല നമ്മുടെ ജീവിതത്തിൽ ലൗകികതയിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകാനും അതുപോലെ തന്നെ ചുറ്റുപാടുകളിൽ ആത്മാവിൻ്റെ കൃപ നൽകാനും കൃപ നൽകും. ആറാമത് പറയുന്നത്, ജപമാല ചൊല്ലുന്നതിലൂടെ അവരുടെ ആത്മാക്കൾ നശിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി മാതാവ് പ്രത്യേകം മധ്യസ്ഥം നടത്തും. ജപമാല ഭക്തരെ ഒരിക്കലും നശിക്കാതിരിക്കാൻ മാതാവ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും ജപമാല അനേകരുടെ കയ്യിലുണ്ട്. എടുത്ത് ജപിക്കണം, ധ്യാനിക്കണം. ബസ്സിൽ പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ, പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവർ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. ഒരിക്കലും ഒരു സ്ഥലത്ത് ബസ് കയറാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു പയ്യൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ ജപമാല ചെല്ലാം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇവനെന്തിങ്ങനെ ഉറക്കെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ജപമാലയിലാണ്. അപ്പോൾ ഞാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പയ്യനെ അങ്ങനെ ശ്രദ്ധിച്ചു. നമ്മൾ രണ്ട് രീതിയിൽ ശ്രദ്ധിക്കാം. ഒന്നെങ്കിൽ ഏതെങ്കിലും ധ്യാനം കൂടി എന്തെങ്കിലും പ്രത്യേക അവസ്ഥ വന്നതായിരിക്കും എന്ന് വിചാരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇവൻ ഉറക്കെ ഒന്നാം ദിവ്യരഹസ്യം, സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം, മംഗളവാർത്തക അങ്ങനെയൊക്കെയും പറഞ്ഞ് ഇവൻ ജപമാലയല്ല. അപ്പോൾ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കയറി അതേ ബസ്സിലാണ് ഇവനും കയറിയത്. അങ്ങനെ പ്രിയപ്പെട്ടവർ, ഞാനൊരു സീറ്റിൽ ഇരിക്കുന്നു, ഇവൻ എൻ്റെ അപ്പുറത്തിരിക്കുന്നു. ഇവൻ അപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ, ഞാനൊരു ചെമ്മാച്ചനായിരുന്നു അന്ന്, എൻ്റെ പോക്കറ്റിൽ കിടന്ന ജപമാലയിൽ തന്നെ ഞാൻ കൈവയ്ക്കാൻ തുടങ്ങി. ഇവൻ ചെല്ലുന്നതിൻ്റെ റിപ്ലൈ ഞാൻ തന്നെ ചെല്ലാൻ തുടങ്ങി. എന്നാൽ എൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധമാണ്. ദൈവമേ, ഞാനൊരു വൈദികനാകാൻ പഠിക്കുന്നൊരു വ്യക്തി, എനിക്ക് ജനത്തിൻ്റെ മുന്നിൽ ജപമാല ചെല്ലാൻ ഒരു മടി. ജപമാല ഉണ്ടെങ്കിലും പോക്കറ്റിൻ്റെ ഉള്ളിലിട്ട് ആരും അറിയാതെ ഞാൻ അത് പോക്കറ്റിലിട്ടിട്ട് ആരും കാണാതെ ജപമാല ചൊല്ലിയിട്ടുണ്ട്. എന്നാൽ ഈ വ്യക്തി എല്ലാവരും കേൾക്കേ ചെല്ലുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇവൻ്റെ ജപമാല കഴിഞ്ഞു, ഞാൻ ഇറങ്ങാനുള്ള സ്ഥലത്താറായി. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ചേട്ടാ ഈശോയെക്കുറിച്ച് കേൾക്കണമെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല, കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പറഞ്ഞു, ഈശോ സ്നേഹമാണെന്നൊക്കെ പലതും പറഞ്ഞു. അങ്ങനെ ഇവൻ എന്നോട് അതിനിടയിൽ ചോദിച്ചു, ചേട്ടൻ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചേട്ടൻ എന്തൊരു ഭാഗ്യവാനാ, ചേട്ടന് ഈശോയെ അനുഭവിക്കാൻ പറ്റുമല്ലോ. ഞാൻ ചോദിച്ചു, മോനെ ഏത് മതത്തിൽപ്പെട്ടതാ? പറഞ്ഞു, ഞാനൊരു അക്രൈസ്തവനാണ് അച്ഛാ. അപ്പോൾ ഞാൻ അക്രൈസ്തവനാണ് ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, മോനെ അപ്പം ഇങ്ങനെയാ ഈ റോട്ടിൽ നിന്നിട്ടേക്ക് ഇങ്ങനെ ജപമാല തരണം? അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടിയ സമയത്ത് എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി. ഞാൻ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു. അന്ന് മുതൽ എനിക്കൊരാഗ്രഹമുണ്ട്, ഈശോയെ എല്ലാവരുടെ മുന്നിൽ പ്രഘോഷിക്കണം. എനിക്ക് ആകെ അറിയുന്ന പ്രാർത്ഥന ഈ ജപമാലയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, റോട്ടിൽ നിന്ന് ജപമാല ചൊല്ലും. ആരെങ്കിലും കേട്ടാൽ അത് സുവിശേഷമല്ലേ, അത് അവരുടെ ഹൃദയത്തെ സ്പർശിക്കും. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ട് ഇവനൊരു ചോദ്യം ചോദിച്ചു, ചേട്ടൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അതാണ് എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയത്. കാരണം ഞാനൊരു പുരോഹിതനാകാൻ പഠിക്കുന്ന എൻ്റെ മുന്നിൽ അവൻ ചോദിക്കുക, ചേട്ടൻ എന്താ ചെയ്യണേ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണെന്ന് പറഞ്ഞു. എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല, കാരണം അവൻ്റെ വിശ്വാസത്തിന് മുന്നിൽ എൻ്റെ വിശ്വാസം വെറും വട്ടപൂജ്യമാണെന്നുള്ള ബോധ്യം എനിക്ക് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയാണ്, ആ നടുറൂട്ടിൽ നിന്ന് ജപമാല ഇതുപോലെ ഉറക്കെ ചെല്ലണമെങ്കിൽ അവൻ ഈശോയെ കാണുന്നുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. പരിശുദ്ധ അമ്മ അവന് ലോകത്തിൻ്റെ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഈ സുവിശേഷമാകുന്ന ജപമാല ഉറക്കെ ചെല്ലാൻ നടുറോട്ടിൽ നിന്ന്, ബസ് സ്റ്റോപ്പിൽ നിന്ന് ചെല്ലാൻ കൃപ കിട്ടി. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം മൊബൈൽ നോക്കി നിൽക്കുമ്പോൾ ഒന്ന് കാണണേ, അവിടെ നിൽക്കുന്നവരുടെ മുന്നിൽ ചിലപ്പോൾ ജപമാല എടുത്ത് ഉറക്കെ ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ഈ ജപമണികൾ കയ്യിലെടുക്കുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്ത് പ്രാർത്ഥന ചെല്ലണേ? അവർക്ക് അങ്ങനെയെങ്കിലും ഒരു സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് ഓരോരുത്തരും കഴിയും. പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലിയുന്നതിന് നമുക്ക് ആത്മാക്കളെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ഏഴാമത്തെ കാര്യം, ഭക്തിയോടെ ജപമാല ചൊല്ലുന്ന രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടപ്പാടുകളിൽ നിന്ന് അതിജീവിക്കാനുള്ളൊരു കൃപ ജപമാല ചൊല്ലുന്ന മക്കൾക്ക് കിട്ടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ രക്ഷപ്പെടാൻ നമുക്ക് കൃപ കിട്ടും. എട്ടാമത്തത്, ഉത്തമമായ ജപമാല ഭക്തിയുള്ളവർ സഭയുടെ കൂദാശകൾ സ്വീകരിച്ച് മരിക്കുകയുള്ളൂ. സഭയിൽ കൂദാശ സ്വീകരിച്ച് മരിക്കാൻ ജപമാല ഭക്തർക്ക് കൃപ ലഭിക്കുന്നതാണ് പരിശുദ്ധമ്മ പഠിപ്പിക്കുന്നത്. ഒമ്പതാമത്തെ കാര്യം, ജീവിതകാലത്ത് ജപമാല ചൊല്ലുന്നവർക്ക് മരണസമയത്ത് ദൈവാനുഗ്രഹം നേടി മരണാന്തര പുണ്യങ്ങൾ സ്വീകരിക്കാനും പുണ്യന്മാരുടെ ഐക്യത്തിൽ ജീവിക്കാനുള്ള കൃപ ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് നമ്മൾ ജപമാല ചൊല്ലണം. മരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി ഒത്തിരി പേര് ചെല്ലുന്നതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ കടം വീട്ടി ജപമാല ചെല്ലാനായിട്ട് പ്രാർത്ഥിക്കണം. പത്താമത്തെ കാര്യം, ശുദ്ധീകരണ സ്ഥലത്ത് മോചനം ലഭിക്കാൻ, ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ജീവിതം കുറച്ച് കിട്ടാൻ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അതുകൊണ്ടാണ് ജപമാല പ്രാർത്ഥനയിൽ ഓരോ രഹസ്യം കഴിയുമ്പോഴും ഈ പ്രാർത്ഥന ചെല്ലാൻ പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ വെച്ച് ലൂസി, ജസിന്ത, ഫ്രാൻസിസ്കോ എന്നീ 3 കുട്ടികളെ പഠിപ്പിച്ചത്. ഓ എൻ്റെ ഈശോയെ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജപമാല ചെല്ലുമ്പോൾ ശുദ്ധീകരണത്തിൻ്റെ സമയം കുറച്ച് കിട്ടാൻ ദൈവം കൃപ തരുന്നുണ്ട്. മറ്റൊന്ന്, 11ാമത്തത്, സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്തിന് അർഹരാണ് ജപമാല ഭക്തർ. മാതാവിന് സ്വർഗത്തിൽ കിട്ടിയ സ്ഥാനത്തിൻ്റെ താഴെ നിൽക്കാൻ നമുക്കും കൃപ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. മറ്റൊന്ന്, അഹങ്കാരം ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ ജപമാല പ്രാർത്ഥന, എളിമയുടെ പ്രാർത്ഥന കൃപ ലഭിക്കും. 13ാമത്തത്, ജപമാല ചൊല്ലുന്നവർക്ക് ജീവിതകാലത്തും മരണസമയത്തും ദൈവത്തിൻ്റെ പ്രകാശവും
പ്രഭാതപൂർണമായ കൃപയും ലഭിക്കും. അത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രോഗീലേപനൊക്കെ കിട്ടി നല്ല മരണത്തിന് കൃപ ലഭിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുന്ന അനേകരുടെ കയ്യിൽ ഈ കയറാത്ത ജപമാല എങ്ങനെയോ കയറ്റി വയ്ക്കും. ഇടാത്ത ഉത്തിരിയം എന്തൊക്കെയോ വലിയ ഉത്തിരിയമായിട്ടിടും. പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് ഉത്തിരിയം ധരിക്കണം, ജീവിതകാലത്ത് ജപമാല കയ്യിലെടുക്കണം. അപ്പോഴാണ് അതിനൊരു മനോഹാരിത ഉണ്ടാകുന്നത്. നമ്മൾ ചൊല്ലിയ ജപമാല തന്നെ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വെക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊരു കൃപയാണ്. അനേകം മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധരായ മാതാപിതാക്കൾ ചെയ്യുന്നതെന്നറിയോ, അവർ മരിക്കുന്നതിന് മുമ്പ് അവർ ചൊല്ലിയ ജപമാല മക്കളെ ഏൽപ്പിക്കും. മക്കളെ, ഇനി ഇത് നിങ്ങൾക്കൊരു സംരക്ഷണമാകട്ടെ എന്ന് പറയും. അങ്ങനെയുള്ളൊരു ജപമാല ഭക്തി നമുക്കുണ്ടാകണം. ജപമാല ചൊല്ലുന്നവർ വിശുദ്ധരുടെ യോഗ്യതയിലേക്ക് പങ്കാളികളാകും എന്ന് തിരിച്ചറിയുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥനയിൽ വളരാൻ തുടങ്ങും. ജപമാല പ്രചരിപ്പിക്കുന്നവർക്ക് ഞാൻ മുഖാന്തിരം ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടത്തിത്തരും. ജപമാല ഭക്തർ ജീവിതത്തിൽ മരണത്തിലും സ്വർഗതുല്യരാകും. ജപമാല നിത്യരക്ഷയുടെ അടയാളമാകും. ജപമാലയിലൂടെ എനിക്ക് പ്രതിഷ്ഠിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്ന ഈ ചിന്തയോടെ നമ്മൾ ഇന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങുകയാണ്. മരണദിനം വരെ നീ വിശ്വസ്തയോടെ ജപമാല പ്രതിദിനം അർപ്പിച്ചാൽ ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, നിന്റെ പാപാധിക്യം മറികടന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള നിത്യകിരീടത്തിലേക്ക് ഞാൻ നിന്നെ നയിക്കും. ഇത് മോൺഫോർട്ടിന് മാതാവ് പറഞ്ഞു കൊടുത്തതാ. മരണദിനം വരെ നീ വിശ്വസ്തയോടെ ജപമാല പ്രതിദിനം അർപ്പിച്ചാൽ ഞാൻ നിന്നെ നിന്റെ പാപാധിക്യത്തിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകും. ആ ഒരു കൃപയ്ക്കായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.